സ്കൂളിന്റെയാണ്. ഇതില് കുട്ടികളുടെ ബാഗ്, പിന്നെ കുടയുണ്ട്, ബോട്ടിലുണ്ട്, 16 ബുക്കുണ്ട്, പിന്നെ കൊച്ചു പിള്ളേർക്കുള്ള ക്രയോൺസ്, കളർ ബുക്കുകൾ, ബോക്സ്, ടിഫിൻ ബോക്സ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. എത്ര പേർക്കാ കൊടുക്കുന്നത്? മൊത്തം ഞങ്ങള് 400 പേർക്കാണ് കൊടുക്കുന്നത്. 400 LP, UP, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി. എന്നാ വിലയുള്ള ഇത്? 2000 രൂപ. അവരെ നമ്മൾ 1000 രൂപ, ബാക്കി 1000 രൂപ NGO കൊടുത്ത്. ഈ വേറെ തയ്യൽ മിഷൻ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ള സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറെ ചെയ്തു. എന്നൊക്കെ ചെയ്തപ്പോ തയ്യൽ മിഷൻ കുറഞ്ഞത് ഞങ്ങള് 2 ഘട്ടമായിട്ട് 63 2 ഘട്ടമായിട്ട്, അതായത് 134. അതിന് പിന്നെ ഇനി ഒരു 35 കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പും ഒരു 150ഓളം ഞങ്ങള് ചെയ്ത് കഴിഞ്ഞു. സ്കൂട്ടർ അത് ഞങ്ങൾ ഇനി അടുത്തതിന് ചെയ്യാൻ നിർധനരായ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ? പാവപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണോ? പാവപ്പെട്ടവർക്കും പിന്നെ ഇടത്തരക്കാരും മിഡിൽ ക്ലാസ് ഫാമിലീസും കൊടുക്കുന്നു. പിന്നെ ജോലി ഇല്ലാതെ നിങ്ങൾ തന്നെ നിൽക്കുന്നവർക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവർക്ക്. സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വേറെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നമ്മളെ ജോലി പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടോ? മാനുഫാക്ചറിങ് ഉണ്ടോ? നമ്മൾക്ക് നമ്മളെ ഓരോ ഗവൺമെന്റിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇടപെടപ്പെട്ട രോഗികൾക്ക് പിന്നെ എഡ്യൂക്കേഷൻ ലെവലിൽ ഹയർ പഠിക്കാനുള്ള പൈസ, നേഴ്സിംഗ് എന്നിവയൊക്കെ പഠിക്കുന്നതിന് നമുക്ക് സഹായം കൊടുക്കും. സൊസൈറ്റിയുടെ അണ്ടറിൽ. സൊസൈറ്റി തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2011 തുടങ്ങി.
വ്യക്തികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാമെന്ന ഏവർക്കും സ്വാഗതമരുളുകയാണ് എൻ്റെ കടമ. ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ 7 മാസക്കാലമായി ഒരു പുതിയ ചുവടുവയ്പ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്ന പദ്ധതികളെ പറ്റി ഞാൻ അല്പം സംസാരിച്ചുകൊള്ളട്ടെ. ജൈവ ഗ്രാമ പദ്ധതി എന്ന ഒന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് വിത്തും വളവുമെല്ലാം നൽകുവാൻ പോകുന്ന ആ പ്രോഗ്രാമിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. വുമൺ ഓൺ വീൽ സ്ത്രീകൾക്ക് ഇരുചക്രവാഹനം എന്ന പദ്ധതി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ വേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴേ നമ്മുടെ സ്കൂൾ കിറ്റ് ഇത് പെട്ടെന്നുണ്ടായ ഒന്നാണ്. 610 സ്കൂൾ കിറ്റുകൾ 50% സാമ്പത്തിക സഹായത്തോടെ NGO ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിനും അങ്ങനെയാണല്ലോ, 50% സാമ്പത്തിക സഹായം. അങ്ങനെ 610 കിറ്റുകൾ നമ്മൾ കരസ്ഥമാക്കി. അതിനെ ആലപ്പുഴ ജില്ല കിടങ്ങറ കേന്ദ്രമാക്കിയും പത്തനംതിട്ട ജില്ല ചുങ്കപ്പാറ കേന്ദ്രമാക്കിയും കോട്ടയം ജില്ല നമ്മുടെ ഈ സ്കൂൾ സെൻറ്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറുമനാടം കേന്ദ്രമാക്കിയും നടത്തുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ തൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഏവർക്കും സന്തോഷം പകർന്നു കൊടുക്കുന്ന വ്യക്തിയാണ്. നിഷ്ഠയോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാനും കൃത്യതയോടെ നടപ്പിലാക്കുന്ന ദൃഢനിശ്ചയ പ്രകൃതിയുള്ള ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടുവോളം സഹകരണവും പിന്തുണയും ലഭിക്കുവാൻ പറ്റിയ ശാന്തപ്രകൃതിയും പ്രസന്നത തെളിഞ്ഞു നിൽക്കുന്ന ഭാവവുമുണ്ട് എന്നത് ഒരു സത്യം മാത്രം. ഒരു കാര്യത്തിനും ഏറെ വ്യഗ്രതയില്ല. തൻ്റെ ഓരോ അജഗണത്തെയും പേര് ചൊല്ലി വിളിക്കുവാൻ, അവരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛന് ഈ 2 വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സ്വന്തമായപ്പോൾ ജനം അച്ഛൻ്റെ സ്വന്തമായി. ഈ ചെറിയ മീറ്റിങ്ങിലേക്ക് ഇതൊരു ചെറിയ മീറ്റിംഗാണ് എന്ന് എനിക്ക് അച്ഛൻ സമയമില്ലാത്ത അച്ഛൻ വളരെ ശാന്ത പ്രകൃതമാണുള്ളത്. ശാന്തമായിരിക്കുന്നവർ ഏറെ ചിന്തിച്ച് ധ്യാനിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നയിക്കും എന്ന് നമുക്ക് അറിയാം. സിസ്റ്റർ സിസിലിയിൽ നിന്ന് ആ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ഏതെങ്കിലും ഒരു അവസരത്തിൽ പാവങ്ങളെ സഹായിക്കുവാനുള്ള ഏതെങ്കിലും ഒന്ന് വന്നു വീഴുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം, അതിനുവേണ്ടി മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു ത്വര മനസ്സിലുള്ളത് കൊണ്ട് കൂടെ നിൽക്കുന്നവർക്ക് സ്വസ്ഥമായി ഇരിക്കാൻ മേലാത്ത വിധത്തിൽ നമ്മെ കൂടെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ സിസിലി. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും സിസ്റ്റർ സിസിലി അതിന് ഏറ്റവും ആത്മായ വ്യക്തി ആയതുകൊണ്ടും ഇവിടെ എത്തിയിരിക്കുന്നു. സിസ്റ്റർ സിസിലിക്ക് ഏവരുടെയും പേരിൽ സ്വാഗതം. ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് പ്രോഗ്രാം NGOയുടെ നേതൃത്വം നടത്തപ്പെടുന്ന, അതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി ദേവമാത ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെയും സഹകരണത്തോടുകൂടി നടത്തപ്പെടുന്ന നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത്ത്, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചങ്ങനാശ്ശേരി പ്രോവിൻസിൻ്റെ കൗൺസിലർ റവറൻ സിസ്റ്റർ സിസിലി, മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒപ്പം സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റുമായ പ്രിയങ്കരനായ ശ്രീ P.A. ബിൻസൺ, നമ്മുടെ പഞ്ചായത്ത് മെമ്പറും ഈ സ്കൂളിലെ അധ്യാപികയുമായ ശ്രീമതി രമ്യ റോയ്, സ്വാഗതം ആശംസിച്ച നമ്മുടെ ഈ മഠത്തിൻ്റെ സുപ്പീരിയറും സ്കൂളിൻ്റെ മാനേജരുമായ ബഹുമാനപ്പെട്ട മദർ പുഷ്പം, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ,
പ്രിയപ്പെട്ട മദർ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞതിനെ ഞാനൊന്ന് തിരുത്തുകയാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യമാണ്. ഈ വലിയ ലോകത്തിലെ ചെറിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ കൂടുതൽ സന്തോഷപ്രദമാക്കുന്നത്. നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ വലിയൊരു ലോകത്തിൽ ഇപ്രകാരമുള്ള ചെറുതെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഓരോ ചുവടുവയ്പ്പും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. NGO കോൺഫെഡറേഷൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ, ഇപ്രകാരമുള്ള സമിതികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് എത്രമാത്രം സഹായകരമാകുന്നതാണ്. എന്നാൽ ഇപ്രകാരമുള്ള ഈ പ്രവർത്തനങ്ങളെ കണ്ടെത്തി അത് സമൂഹത്തിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് താഴെ തെക്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ പ്രവർത്തനങ്ങൾ, ഇപ്രകാരമുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് തങ്ങൾ ഒരു സഭാ സമൂഹം എപ്രകാരമാണ് സമൂഹത്തിൽ ഒരു മധുരം പകർത്തുന്ന അല്ലെങ്കിൽ ക്ഷേമം നൽകുന്ന ഉപ്പ് ഭക്ഷണത്തിനോട് ചേർന്ന് കലർത്തുന്നത് പോലെ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ഉപ്പായി തീർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുക എന്നത് കാട്ടിക്കൊടുക്കുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ അപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് വിവിധ മാർഗങ്ങൾ തേടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരുടെ, സിസ്റ്റേഴ്സിൻ്റെ സമൂഹം എന്നുള്ള സംശയം. വിശുദ്ധനായ അസ്സിസിയിലെ ഫ്രാൻസിസ് പുണ്യവാൻ തൻ്റെ സഭ അല്ലെങ്കിൽ ഈ ഒരു സഭാ സമൂഹത്തിന് തുടക്കം കുറിക്കുന്ന അവസരത്തിൽ തീർച്ചയായും അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത് ഈ ലോകത്തിൽ ആരുമില്ലാത്തവരും ഒന്നുമില്ലാത്തവരും സഹായം അർഹിക്കുന്നവർക്കും എന്തെങ്കിലും ആയിത്തീരുവാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുക, അവശരായിട്ടുള്ള രോഗികളായിട്ടുള്ള സമൂഹത്തിൽ എല്ലാവരും പുറന്തള്ളുന്നവർ അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ അപ്രകാരം സാധിക്കേണ്ടതിന് വേണ്ടി തനിക്കുണ്ടായിരുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു വലിയ വസ്ത്ര വ്യാപാരിയായിരുന്നു, വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു. അപ്പോൾ പല അവസരങ്ങളിലും അല്ലെങ്കിൽ ഒരു ദിവസം പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് തൻ്റെ അപ്പൻ്റെ വിലപിടിപ്പുള്ള വസ്ത്രശേഖരങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ എടുത്ത് പാവപ്പെട്ട ആളുകൾക്കൊക്കെ വിതരണം ചെയ്യും. അതിൻ്റെ പേരിൽ സ്വന്തം വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുത്ത ഈ മാർഗത്തിൻ്റെ പേരിൽ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ദരിദ്രരോടൊപ്പം അവരിൽ ഒരുവനായി ജീവിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് തയ്യാറായ ഒരു പുണ്യവാനാണ് വിശുദ്ധനായ ഫ്രാൻസിസ് പുണ്യവാൻ. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഈ അമ്മമാരുടെ നേതൃത്വത്തിൽ. എന്നാൽ ഇവിടുത്തെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ സാധ്യതകളെ കണ്ടെത്തി നമ്മിലേക്ക് അത് എത്തിച്ചേർക്കുവാനായിട്ട് നടത്തുന്ന ഈ ഒരു സംരംഭം തീർച്ചയായിട്ടും ശ്ലാഘനീയമെന്ന് മാത്രമല്ല അതേറെ പുണ്യം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇപ്രകാരമുള്ള ഈ പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ നന്മകൾ ഉണ്ടാവുക. ഉപ്പ് ഉറകെട്ട് പോയാൽ പിന്നെ അതുകൊണ്ട് എന്തിനു കൊള്ളും? അപ്പോൾ ഉറകെട്ട് പോകാതെ ഈ ലോകത്തിൽ നന്മയുടെ ഉപ്പായി തീരുവാനായിട്ട്, നന്മയുടെ ഫലങ്ങൾ നൽകുവാനായിട്ട്, നന്മയുടെ ചേരുവകൾ നൽകുവാനായിട്ട് ഈ സമൂഹത്തിൽ സാധിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഇതൊരു വിളിയാണ്. ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നന്മകളാക്കി മാറ്റുവാൻ സാധിക്കുക. ഇന്നത്തെ ഈ ദിവസം പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ സാന്നിധ്യത്തിലും നമ്മുടെ മാടപ്പള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ സാന്നിധ്യത്തിലും ഒക്കെ പഞ്ചായത്ത് മെമ്പറുടെയൊക്കെ സാന്നിധ്യം, നമുക്കറിയാം സഭയുടെയും സമൂഹത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു സംഗമമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ മാറുകയാണ്. ഇത് നന്മയുടെ പ്രവർത്തനങ്ങളാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരുടെ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ നന്മകൾ ഉണ്ടാവട്ടെ. ഇതിനു മുൻപും ഇപ്രകാരമുള്ള, കഴിഞ്ഞ വർഷവും ഇപ്രകാരമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നന്മ പ്രവർത്തികൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയെന്ന് വേണം, അത് ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള ആ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഈ വർഷം പ്രത്യേകമായിട്ട് ഈ സ്കൂൾ ആരംഭത്തിൽ ഏറ്റവും ആകർഷകം എന്നാൽ അതിലേറെ പ്രയോജനപ്രദമായിട്ടുള്ള അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കാര്യം സംഘടിപ്പിക്കുവാനായിട്ട് കാണിച്ച ഈ ഒരു കാര്യത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട്, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ട് പുതുവർഷത്തിൻ്റെ ഈ പുതിയ അധ്യയന വർഷത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ,
വളരെയധികം സന്തോഷം, ഒരുപാട് സന്തോഷം പകരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം നിമിഷങ്ങൾ. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട് സിസ്റ്റേഴ്സിന്. നമ്മളിവിടെ ചെന്നാലും, ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ചങ്ങനാശ്ശേരി. അതുപോലെ എൻ്റെ ചേച്ചി ഇവിടുത്തെ സെൻറ്റ് ആൻ്റണീസ് സ്കൂളിലെ, എൻ്റെ ചേച്ചിയും എൻ്റെ സഹോദരനും ഇവിടുത്തെ സെൻറ്റ് ആൻ്റണീസിലെ വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ ഈ സ്കൂളും ഒക്കെയായി ബന്ധപ്പെട്ട് വളരെ ഈ ചർച്ച്, നമ്മുടെ സ്കൂള്, സെൻറ്റ് ആൻ്റണീസ് നമ്മുടെ സ്കൂളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ ഓർമ്മകളും സന്തോഷവും സ്നേഹവും ഒക്കെ പകർന്നു തരുന്ന ഇടമാണ് എന്ന് പറയാതെ തരമില്ല. കാരണം ഒരു സമയത്ത് ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൽ വളരെ ചെറുപ്രായത്തിലെ അമ്മ നഷ്ടപ്പെട്ട ഒരാളാണ് ഞങ്ങൾ 3 സഹോദരങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ സ്നേഹവും ലാളനയും കരുതലും അങ്ങേയറ്റം കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ ചേച്ചി ആങ്ങളെന്ന് പറയുന്നത്. ഇവിടെ പഠിച്ചു 2 പേര്. അതുപോലാണ് ഞാൻ സെൻറ്റ് ജോസഫ്. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന പരിപാടികൾ എന്ന് പറയുന്നത് വളരെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന പരിപാടിയാണ്. അതാണ് സന്തോഷത്തിൻ്റെ ഒരു കാരണം. ഇന്ന് എൻ്റെ ചേച്ചി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഡബ്ലിനിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് അയർലൻഡിലാണ്. ഈ സ്കൂളിലെ ഫോർമർ സ്റ്റുഡൻ്റാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുപോലെ മറ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വർഷങ്ങളോളം, ഏതാണ്ട് 18 വർഷത്തോളം ഇന്ത്യ തലത്തിൽ, ദേശീയ തലത്തിൽ NGOയിൽ പ്രവർത്തിച്ച ആളാണ്. ക്യാൻസർ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയർ NGO, വൺ ഓഫ് ദ പ്രീമിയർ NGO ഇൻ ദ കൺട്രി എന്ന് പറയുന്നത് ഗ്ലോബൽ ക്യാൻസർ കൺസേൺ ഇന്ത്യ എന്ന സംഘടനയാണ്. മുൻ രാഷ്ട്രപതി ശ്രീ ആർ വെങ്കിട്ടരാമൻ സാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ സംഘടനയുടെ HR മാനേജറായിട്ട് ഡൽഹിയിലും സൗത്ത് ഇന്ത്യയുടെ റീജിയണൽ മാനേജറായിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്ലഡ്, ഇവിടെ മഴക്കാലം 2018 വെള്ളപ്പൊക്കത്തിലും മറ്റു കോവിഡ് കാലഘട്ടത്തിലുമൊക്കെ NGOയുമായി ചേർന്നുമൊക്കെ വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് ചെയ്യാൻ സാധിച്ചു. സോ ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം ഫ്രം ആൻ NGO. ഞാൻ NGO കൾച്ചറുള്ള, NGOയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ NGOയുമായി ചേർന്ന് നമ്മുടെ ദേവമാത FCC കോൺവെൻറ്റ് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി കൂടെ ഞാൻ ഈ അവസരത്തിൽ കരുതുകയാണ്. അതിൽ മുൻകൈ എടുത്തിട്ടുള്ള നമ്മുടെ അമ്മമാർ, അതിലേക്ക് കടന്നു വന്നിട്ടുള്ള NGO കോൺഫെഡറേഷൻ്റെ ഭാരവാഹികൾ എല്ലാവരെയും വ്യക്തിപരമായ പേരിലും ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലും അഭിവാദ്യം ചെയ്യാൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. 2, ഞാൻ ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് നിൽക്കുമ്പോൾ അതിൽ ഏതാണ്ട് 46ഓളം വാർഡുകളുണ്ട്. ആ വാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ മാടപ്പള്ളി പഞ്ചായത്ത് വരും, പായിപ്പാട് പഞ്ചായത്ത് വരും, തൃക്കൊടിത്താനം പഞ്ചായത്ത് വരും, വാഴപ്പള്ളി പഞ്ചായത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ വരും. അപ്പോൾ ഇത്രയും ഏരിയയിലെ ജനങ്ങളെയാണ് നമ്മൾ ഈ തൃക്കൊടിത്താനം ഡിവിഷൻ എന്ന പേരിൽ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം മെമ്പേഴ്സുമാരുമായിട്ടും എല്ലാം നമുക്ക് ബന്ധങ്ങളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ രമ്യ എൻ്റെ പരിധിയിൽ വരുന്ന ആളല്ല. എന്നിരുന്നാൽ പോലും പ്രിയങ്കരനായ ബിൻസൺ നമ്മുടെ ഇത്രയും മെമ്പർമാരിൽ എന്തൊരു വിഷയം വന്നാലും കൃത്യമായി ഇടപെടുകയും ഏതൊരു വിഷയത്തിലും, ഇപ്പം അദ്ദേഹം വന്നതിന് ശേഷം തൃക്കൊടിത്താനം ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ മാടപ്പള്ളിക്ക് വെറും 7 വാർഡേ അതിൽ വരുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഏതാണ്ട് നല്ല ഒരു ഫണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ തൃക്കൊടിത്താനം ഡിവിഷൻ്റെ മേടിച്ചെടുക്കാൻ പ്രിയങ്കരനായ ബിൻസന് സാധിച്ചിട്ടുണ്ട്. നാളിതുവരെ ഒരാളും തിരിഞ്ഞു നോക്കാതെ കിടന്ന ഗ്രൗണ്ട് നവീകരിക്കാനായി ഞങ്ങൾ 15 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ വകയിരുത്തി. അവിടെ ഒരിക്കലും 80 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കൈത്തറി യൂണിറ്റ് തീരെ പൊട്ടിപ്പൊളിഞ്ഞ് ഷീറ്റെല്ലാം പോയി കിടന്നത് ഇപ്പം ഞങ്ങൾ 15 ലക്ഷം രൂപ കൊടുത്ത് നവീകരിച്ചു. അടുത്ത ഈ പെരുമാറ്റച്ചട്ടം കഴിയുമ്പോൾ ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ സാധിക്കും. അങ്ങനെ അതുപോലെ ഇപ്പോൾ ഹാപ്പിനെസ് പാർക്ക് വേണമെന്നുള്ള ബിൻസന്റെ നിർബന്ധപ്രകാരം അതിനുവേണ്ടി തെങ്ങണായി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും അതുപോലെ മാടപ്പള്ളി ക്ഷേത്രത്തോട് ചേർന്ന് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും ഒക്കെ തന്നെ വിൻസൺ ഒരുപാട് നമ്മളെ അറിയിക്കുകയും അതിനനുസരിച്ച് മേടിച്ചെടുക്കാനും വിൻസന് സാധിച്ചിട്ടുണ്ട്. മറ്റു മെമ്പേഴ്സിനേക്കാൾ കൂടുതലായി ഒരു വാർഡിലെ മെമ്പർ തന്നെ ഇത്രയും ഫണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് മേടിച്ചെടുക്കുവാനും അത് നടപ്പിലാക്കാനും വേണ്ട ശ്രദ്ധ വിൻസൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഇവിടെ സിസ്റ്റർ നമ്മുടെ മദർ പറഞ്ഞ പോലെ തന്നെ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുവാൻ നമ്മുടെ പ്രിയങ്കരനായ വിൻസണിന് സാധിച്ചു. അപ്പോൾ വിൻസൺ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ എന്താണ് പ്രോഗ്രാം എന്ന് പോലും ഞാൻ തിരക്കിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്തത്, ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ, ഈ അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ തന്നെ മഹനീയമാക്കിയിരിക്കുന്നു. അച്ഛൻ്റെ വാക്കുകൾ കൊണ്ട് ഈ സദസ്സിനെ അത്യധികം ധന്യമാക്കിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു വളർച്ചയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ
ഒരു സമയത്ത് ഞാൻ ഡൽഹിയിൽ ഒരു കോൺഫറൻസിൽ ഇരിക്കുമ്പോൾ ഒരുപാട് എൻ്റെ ആദ്യത്തെ ഒരു എൻജോയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അത് ഇൻ്റർനാഷണൽ പലതരത്തിലെ സെമിനാർസ് വർക്ക്ഷോപ്സ് സംഘടിപ്പിക്കുന്ന റിസോഴ്സ് മൊബിലൈസേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്ന ഓർഗനൈസേഷനായിരുന്നു. അപ്പോൾ നിരവധിയായ ആൾക്കാർ വെളിയിൽ നിന്നെല്ലാം വരും സംസാരിക്കും. സോ ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് കേൾക്കുമ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷം തോന്നുമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കും, എന്താണ് കേരള ഡെവലപ്മെൻറ്റ്? കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകത്തിനും തന്നെ മാതൃകയാണ്. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല ലോകം തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളത് കൃത്യമായി ഓരോ വ്യക്തിയും, ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള ഓരോ വ്യക്തികളും അത് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഈ ലോകം ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ള, അല്ലെ ലോകത്തിൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കേരള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ പിന്നിൽ എന്താണ് നമുക്കതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളിവിടെ ചെയ്യുന്നത് പോലെ തന്നെ അച്ഛൻ പറഞ്ഞ ആ ഉപ്പ്, ഒരു സമൂഹത്തിൽ ജാതി മത വർഗവർണ്ണ ഭേദം അങ്ങേയറ്റം പ്രശ്നങ്ങളായി നിലനിന്നപ്പോൾ ഒരച്ഛൻ പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾ ആരംഭിച്ചു. സ്ത്രീകളുടെ വുമൺ എംപവർമെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിലേക്ക് തിരിഞ്ഞു പോകാതെ ഒരു നിവൃത്തിയില്ല. 1800 കാലഘട്ടത്തിൽ ചാവറയച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് മറക്കാനാവില്ല. അതിനോടൊപ്പം ചേർന്ന് തന്നെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ എന്തുമാത്രം സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ തീരാവുന്നതല്ല. തുടർന്ന് വന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ എത്രത്തോളം ആ തലത്തിലേക്ക് നമുക്ക് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിച്ചു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിലനിർത്തിക്കൊണ്ട് പോകുക, ഇത് തുടക്കം ഇവിടെ 1800 മുതൽ നല്ല രീതിയിൽ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോയി സ്കൂളുകളായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി, അങ്ങനെ നമുക്ക് വലിയൊരു മാറ്റം, അതായത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മുന്നിൽ ക്രൈസ്തവ മിഷണറീസിൻ്റെ സംഭാവന ഒരു കാരണവശാലും വിസ്മരിക്കാനാവുന്നതല്ല. അതുകൊണ്ടാണ് അടുത്ത സന്തോഷം എന്ന് പറഞ്ഞത്. അങ്ങനെ വിവിധങ്ങളായ സന്തോഷങ്ങൾ ഉണ്ട് ഇന്ന് ഈ ചടങ്ങിൽ ഞാൻ നിൽക്കുമ്പോൾ എന്ന് പറയുന്നതിൽ. അതെവിടെയും പറയുവാനും അത് പറയുക എന്ന് പറയുന്ന ആദ്യത്തെ നമ്മളിന്ന് അക്ഷരനഗരി എന്നറിയുന്നു, ആദ്യത്തെ അച്ചടിശാല, നമ്മുടെ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ എനിക്കൊന്ന് നാടകം, അങ്ങനെയൊക്കെയുള്ള വിവിധ കലാപരിപാടികളൊക്കെ അന്ന് അച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അപ്പോൾ അത്രയധികം ക്രൈസ്തവ മിഷണറീസിന് നമ്മുടെ ഇവിടെ കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ രീതിയിൽ വളരെ പ്രശംസനീയമായ, ഒരിക്കലും അനിഷേധ്യമായ ഒരു സംഭാവന ഇവിടെ നൽകിയിട്ടുണ്ട്. അതൊരിക്കലും വിസ്മരിക്കാനാവുന്നതല്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഈ ഒരു ചടങ്ങിൽ വന്ന് നിൽക്കാൻ സാധിക്കുന്നതിലും ഇത്തരത്തിലുള്ള എൻജോയുമായി ചേർന്നുള്ള നമ്മുടെ പ്രിയങ്കരായ സിസ്റ്റർമാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും സാധിച്ചതിലുള്ള സന്തോഷവും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിലുള്ള കടപ്പാടും ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ കുട്ടികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് 250ഓളം കുട്ടികളുണ്ട്. CBSE സിലബസാണ്. നല്ല രീതിയിൽ നമ്മൾ ഇപ്പം എന്നിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ഇവിടെ സിസ്റ്റർ ഇവിടെ വായിച്ചപ്പോൾ ആമുഖത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ എന്തെങ്കിലും നന്മകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു സിസ്റ്റേഴ്സ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് എൻ്റെയൊക്കെ ജീവിതത്തിൽ കുഞ്ഞു പ്രായം മുതലേ സിസ്റ്റർമാരുടെ കരുണയിലും കരുതലിലും വളർന്ന ആ ഒരു ചെറിയ കുട്ടിയിൽ ഉണ്ടാകാവുന്ന നന്മകൾ, അത് പകർന്നു തരുന്ന നന്മകൾ എന്ന് പറയുന്നത് വലുതാണ്. തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കേവലം അക്കാദമിക് സ്ഥലത്തിൽ മാത്രമായിരിക്കില്ല മികവുള്ളവരാകുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളരെ കരുണയും കരുതലും ഒക്കെയായി ഈ സമൂഹത്തിൽ നല്ല നാളുകളെ രചിക്കാൻ കഴിവുള്ള മക്കളെ ആയിരിക്കും ഇവിടെ വാർത്തെടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കിറ്റ് ഏറ്റുവാങ്ങുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏവരുടെയും അനുമതിയോടെ ദീർഘമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക്, ആ നല്ല വാക്കുകൾക്കുള്ള നന്ദിയും കൂടെ പ്രകടമാക്കിക്കൊണ്ട് ഈ യോഗം വളരെ വിനയപൂർവ്വം ഏവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തിക്കൊള്ളട്ടെ. നന്ദി, നമസ്കാരം.
യോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിന് മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിൻസൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ, ഉദ്ഘാടക ഏറെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഏറെ പ്രിയപ്പെട്ട മഞ്ജു ചേച്ചി, ഞങ്ങളുടെ മദർ, എല്ലാവരെയും ഒന്ന് സ്കൂൾ കിറ്റും ഒക്കെ നടത്തുമ്പോൾ ഇത്രയും ഒരു കിറ്റ് ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതിഭീകരമായ ചെലവിലേക്കാണ് പോവുക. ഒരുപക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന അല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, സന്നദ്ധ സംഘടനകളെല്ലാം സ്കൂൾ കുട്ടികൾ, നാട്ടിലെ കുട്ടികൾ കൈമാറാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ 1000 രൂപ മുടക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം മൂല്യമുള്ള പഠനോപകരണങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്, ഏറെ ആദായകരവുമാണ്. മദറും ഞങ്ങൾ ഇവിടുത്തെ ലിൻസിസ്റ്ററും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ പരിപാടി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൊരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി ഞങ്ങളേറെ പെട്ടെന്ന് തന്നെ ഇവിടെ സിസ്റ്റർമാരെല്ലാം കൂടി ചേർന്ന് അത്ര മോശമല്ലാത്ത രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഇതിനെ നന്നായി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ ശ്രമം ഏതായാലും ഫലം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിൽ കരുതിയവരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഇത്രയും പ്രതികൂലമായ ഒരു കാലാവസ്ഥ ആയിരുന്നിട്ട് കൂടി അപ്പം ഇത്തരമുള്ള സംരംഭങ്ങൾ, ഇത്തരം സ്കൂളുകൾ ഏറെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. സിസ്റ്ററോട് പറയുകയും ചെയ്തു, എൻജോയുമായി ചേർന്ന് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഒരു സ്കൂള്, പള്ളിക്കൂടം എന്ന് പറയുന്നത് ഒരു നാട്ടിലെ ഒരു സാമൂഹിക അവസ്ഥയുടെ വലിയ മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള വിപ്ലവകരമായ നേട്ടങ്ങൾ നേടിയിട്ടുള്ളതാണ് ഈ സ്കൂളും പള്ളിക്കൂടുമല്ല. അതുകൊണ്ട് ഈ സ്കൂള് ഇപ്പോൾ PTA പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു പക്ഷേ എൻ്റെ അവസാനത്തെ ഒരു സ്റ്റേജ് ആയിരിക്കാം, ഈ ഒരു കാലഘട്ടത്തിൽ ആയിരിക്കാം ഇത്. ഇപ്പോൾ ഇത്രയും നല്ല ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. തുടർന്ന് ഈ സ്കൂള് പഠന പ്രവർത്തനത്തിനോടൊപ്പം തന്നെ കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചെടുത്തുന്നതിൽ ഞങ്ങൾ എല്ലാ കാലവും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അത് കൂടുതൽ ശ്രദ്ധിക്കും. ആ തരത്തിലേക്ക് ഇടപെടലിലേക്ക് ഈ സ്കൂള് മാറാൻ കഴിയുകയാണ്. നല്ല തരത്തിലേക്ക്, പ്രത്യേകിച്ച് ഇവിടുന്ന് വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ പെട്ടവരുണ്ട്, വിവിധങ്ങളായിട്ടുള്ള സ്കൂളിൽ വന്നവർ ഇവിടെയുണ്ട്. ഞങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് ഈ മാടപ്പള്ളി പഞ്ചായത്തിലെ ഇപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കും നമ്മുടെ കുട്ടിയെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, അല്ലെങ്കിൽ സാധാരണ നമ്മളൊക്കെ ഈ ഗവൺമെൻറ് സ്കൂള്, മറ്റ് സ്കൂളുകളൊന്നും ഞങ്ങൾ കുറച്ച് പറയുന്നില്ല, പക്ഷേ ഒരു സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, എനിക്ക് ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശം പല പഞ്ചായത്തുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും ഒരു സാധാരണക്കാരന് അവൻ്റെ കുട്ടിയെ ഒരു CBSE സിലബസിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അവന് കൈയെത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ഫീസ് ഘടനയാണ് ഞങ്ങൾക്കിവിടെ നിലവിലുള്ളത്. ഒരു സാധാരണക്കാരൻ അവൻ്റെ കുട്ടിയെ CBSE സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ ഏറ്റവും കൈയെത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ഫീസ് ഘടനയാണ് ഞങ്ങളിവിടെ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. മികച്ച ടീച്ചർമാരുടെ അധ്യാപനം ഞങ്ങളിവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. അവരുടെ പാഠ്യേതര വിഷയങ്ങൾക്കപ്പുറം ഞങ്ങൾ അവരുടെ ആനിവേഴ്സറികൾ എല്ലാം ഞങ്ങൾ ഈ വർഷത്തോടെ പുതിയതായി ഞങ്ങൾ ഒട്ടനവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. PTA-യിൽ ഒരു 10-15 പേർ, ഇപ്പോൾ 1-2 പേര് കൂടി ഇരിപ്പുണ്ട്, ഒരു 10-15 പേർ എന്തിനും സന്നദ്ധമായി ഈ സ്കൂളിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, എങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാനും ചിരിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും പറ്റുന്ന എല്ലാ സാമൂഹ്യ സ്ഥിതിയും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും 38% കുട്ടികൾ നിരക്ഷരരാണ്. എന്ന് വെച്ചാൽ 38% പേർ പള്ളിക്കൂടത്തിൽ പോകുന്നില്ല എന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഭീതികരമായ അവസ്ഥയും, നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും 32% കുട്ടികൾ പട്ടിണിയിലാണ് എന്നുള്ള അവസ്ഥയും ഈ സാഹചര്യത്തിൽ ഏറെ വേദനിപ്പിക്കുന്നതാണ്. കുട്ടികളെല്ലാവർക്കും നല്ല ഭക്ഷണവും നല്ല പോഷകാഹാരവും നല്ല വിദ്യാഭ്യാസവും കിട്ടുന്ന ഒരു രാജ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോരാടാമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായി പിന്തുണ. ഇനിയൊരു പുതിയ അധ്യയന വർഷക്കാലം വരാൻ വേണ്ടി പോവുകയാണ്. ചെറിയ ക്ലാസ്സിലെ തന്നെ കുട്ടികളുണ്ട്. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം നല്ല ഇതുണ്ടാവണം. ഒപ്പം നിങ്ങളെല്ലാവരും കുട്ടികളെ, ഇപ്പം മുഴുവൻ കുട്ടികളെയും A+ വാങ്ങിയില്ലെങ്കിൽ എന്തോ വലിയ നാണക്കേട് എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ സമൂഹമാകപ്പാടെ മാറിയിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും A+ ഇല്ലെങ്കിൽ, അങ്ങനെയല്ല കാലഘട്ടം. അവർക്ക് എല്ലാ വിഷയത്തിനും A+ വാങ്ങിയില്ലെങ്കിൽ അവർക്ക് മറ്റു പല കഴിവുകളുണ്ടാവും. ആ കഴിവുകളെ നിങ്ങൾ തലോടി തൊട്ടുണർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവർക്കും അങ്ങനെ മോശപ്പെട്ട വിദ്യാഭ്യാസത്തിലേക്ക് പോകാതെ എല്ലാവരെയും മികച്ച ഒരു അധ്യയന വർഷമായി വരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന്, നിങ്ങൾക്ക് പല പ്രദേശങ്ങളിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് സ്നേഹരൂപേണ താഴെ ഇറങ്ങുമ്പോൾ ഒരു കപ്പ് കാപ്പി കഴിച്ചിട്ട് പോകണം. നല്ല മഴയാണ്, മഴ കണ്ടുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ബെഞ്ചിട്ടിട്ടുണ്ട്. പുറത്ത് മഴ കണ്ടുകൊണ്ട് നല്ല ചൂടുള്ള ഒരു കോഫി കഴിക്കാൻ നല്ല അന്തരീക്ഷമാണ്. ഒരു സ്നേഹ സമ്മാനമായി നിങ്ങൾ ഇവിടെ എത്തിയതാണ്.
അപ്പോൾ ഒരു ചെറിയ കോഫിയൊക്കെ ഞങ്ങൾ താഴെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് പിരിയുമ്പോൾ കോഫി കഴിച്ചിട്ട് വേണം പോകാൻ. ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടുള്ള എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളവർക്കെല്ലാം ഇനി ഇത്തരം സംരംഭങ്ങൾ ഞങ്ങൾ ഈ സ്കൂൾ ഏറ്റെടുക്കും. മറ്റ് PTA പ്രസിഡന്റുമാർ വരും, അവർ ഇതിനേക്കാൾ ഭംഗിയായി നടത്തും. അപ്പോൾ ഇത്തരം സംരംഭങ്ങളെല്ലാം ഞങ്ങൾ തുടക്കം ഈ സ്കൂളിൽ കുറിക്കുകയാണ്. എല്ലാത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സന്നദ്ധതയും എല്ലാം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പുതിയൊരു അധ്യയന വർഷം ഏറെ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. മീഡിയം സ്കൂൾ സ്റ്റാഫ് മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറുമായ ശ്രീമതി രമ്യ റോയിയെ ആശംസ പ്രസംഗത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ ഇതിൻ്റെ പിന്നിൽ ഈ ഒരു പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മദറും സിസ്റ്റേഴ്സും എടുത്ത എഫേർട്ടിനെ കുറിച്ചാണ്. ഈ ഒരു പദ്ധതി വളരെ കുറച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിനെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായത്. ഇത്രയും കുറഞ്ഞ നാളുകൾ കൊണ്ട് ഇതിനുള്ള അറിയിപ്പ് നൽകാനും ഇത് നടപ്പിലാക്കാനുമായിട്ട് അവരെല്ലാവരും വളരെയേറെ അധ്വാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ എടുക്കാനും അതുപോലെ തന്നെ ഇത് കിറ്റ് കൊണ്ടുവന്ന് ഇത് 2 ദിവസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം സെപ്പറേറ്റ് ഓരോ സെക്ഷൻ അനുസരിച്ച് ഇതിൻ്റെ കിറ്റാക്കാനും എല്ലാമായിട്ട് ഒരുപാട് അവരെല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരുപാട് അഭിമാനമുണ്ട്. ഇത്തരം സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന പദ്ധതികൾ ഇനിയും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് NGO ഫെഡറേഷനും FCC കോൺഫറേഷനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി. കിറ്റാണ് വിതരണം ചെയ്യുന്നത്. മനസ്സും ഹൃദയവും സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ വികാരങ്ങളോട് ചേർന്ന് നന്ദിയുടെ ഒരു വാക്ക്. ആദ്യമായി NGOയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുവാൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സാമൂഹ്യ സംഘത്തിന് ഇട നൽകിയ ദൈവകൃപയ്ക്ക് മുമ്പിൽ നന്ദിയോടെ ശിരസ് നമിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിരുന്ന വെരിറവൻ ഫാദർ ജോബി കറുകപ്പറമ്പിലച്ചൻ വളരെ നല്ലൊരു സന്ദേശമേകി ഉറകെട്ടു പോകാതെ നന്മയുടെ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ നമുക്ക് പ്രചോദനം നൽകി. അച്ഛന്റെ നല്ല വാക്കുകൾക്കും വിലയേറിയ സാന്നിധ്യത്തിനും നന്ദി. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജു സുജിത് തന്റെ ഔദ്യോഗികമായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ വരികയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഹൃദയത്തിൽ തൊടുന്ന ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്തു. ശ്രീമതി മഞ്ജു സുജിത്തിന് നന്ദിയുടെ നിർമ്മലർ. FCC ദേവമാതാ പ്രൊവിൻസിന്റെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലറായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ സിസിലി. സിസ്റ്ററിന്റെ ചടുലമായ പ്രവർത്തനവും തീക്ഷ്ണമായ ഇടപെടലുമാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും ഏറ്റവും മനോഹരമാക്കുന്നത്. സിസ്റ്ററിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിസ്റ്റർ ബിൻസണും
20ാം വാർഡ് മെമ്പർ രമ്യ റോയിക്കും നന്ദിയുടെ നിർമ്മലർ. ഫ്രാൻസിസ്കൻ ക്ലാരിസ് സാമൂഹ്യ സംഘത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ പുഷ്പം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുകയും ചെയ്ത സിസ്റ്റർ പുഷ്പത്തിനും സിസ്റ്ററിനോട് ചേർന്ന് പ്രവർത്തിച്ച സിസ്റ്റർ ആൻ മാത്യുവിനും നന്ദി. മനോഹരമായ നൃത്തച്ചുവടുകളിലൂടെ ഞങ്ങളെ സന്തോഷിപ്പിച്ച കുഞ്ഞു കൂട്ടുകാർക്ക് വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമാക്കി ഇവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ധന്യരാക്കിയ നിങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിലെ NGOയുടെ പ്രാമുഖ്യത്തെക്കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താണ്? നമ്മൾ രാജ്യത്തെ ഒന്നായി കാണുമ്പോൾ രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുള്ള പോലുള്ള ഒരു NGOയുടെ പ്രവർത്തനം കേരളത്തിൽ കണ്ടുവരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം രാജ്യ തലസ്ഥാനത്ത് നിന്ന് NGOയുടെ ഡയറക്ടറി തയ്യാറാക്കുന്നതിലുമൊക്കെ ഞാൻ ഇടപെടുമ്പോൾ കേരളത്തിൽ NGOയുടെ എണ്ണങ്ങൾ കുറവാണ്, പ്രവർത്തനങ്ങൾ കുറവാണ്. കൂടുതൽ NGOയെ പറ്റി അറിയുകയും NGOയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും വേണ്ട എല്ലാ ശ്രമവും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു സമൂഹം നേരിടുന്ന പലവിധ പ്രശ്നങ്ങൾ അത് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാ വിഷയങ്ങളും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ ഫണ്ടിൽ ഇടപെടുവാൻ സാധിക്കാതെ വരുന്നിടത്താണ് NGOയുടെ പ്രസക്തി. അവിടെ NGOയും കൂടെ കൂട്ടിച്ചേർത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പല വിഷയങ്ങളും നമുക്ക് നേരിടുവാൻ അതുമായി ചേർന്ന് പോകാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത്തരത്തിൽ ഉള്ള ഒരു സംസ്കാരം നമുക്ക് കേരളത്തിൽ വളർന്നു വരണമെന്നാണ് വളരെ വിനയപൂർവ്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഡൽഹിയിൽ ക്യാൻസർ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു NGO ഉണ്ടായിരുന്നതായിട്ട് എന്തൊക്കെയായിരുന്നു പ്രവർത്തനങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നത്? ഡൽഹിയിലുള്ള ക്യാൻസർ NGO എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയറായ NGO ആയിരുന്നു. എൻ്റെ പേര് ഗ്ലോബൽ ക്യാൻസർ കൺസേൺ ഇന്ത്യ എന്നാണ്. ക്യാൻസറിൻ്റെ അവയർനെസ് മുതൽ റിഹാബിലിറ്റേഷൻ വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ആ NGO കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ NGOയും കേരളത്തിലെ 2000-2001 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിച്ച പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുമായി അന്ന് GCCക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. തുടർന്ന് ഞാൻ ഇതിൻ്റെ സൗത്ത് ഇന്ത്യയുടെ റീജിയണൽ മാനേജറായിട്ട് വരികയും അവയർനെസ് മുതൽ റിഹാബിലിറ്റേഷൻ വരെയുള്ള വിവിധ പദ്ധതികൾ നമുക്ക് കേരളത്തിൽ നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം പത്തനംതിട്ടയിലാകട്ടെ, കാഞ്ഞിരപ്പള്ളി ആനക്കലിലാകട്ടെ, അവിടെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയുള്ള ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ, 1.5 ലക്ഷം രൂപയിലധികം ചെലവ് വരുന്ന ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഒരു ദിവസം തന്നെ 100 പേർക്ക് വരെ പാസ്മിയർ, ഏതാണ്ട് 60ഓളം പേർക്ക് മാമോഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ക്യാൻസർ മേഖലയിൽ അത്തരം ഇടപെടലുകൾ നടത്തുവാനുള്ള ശ്രമം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ക്യാൻ സപ്പോർട്ട് എന്ന വലിയൊരു പദ്ധതി നമുക്ക് കേരളത്തിലുണ്ട്. ഇന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റെല്ലാ പഞ്ചായത്തുകളും ചേർന്നൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ സാമ്പത്തികമായി ഒരു ക്യാൻസർ കണ്ടെത്തുന്ന വ്യക്തിക്ക് സാമ്പത്തികമായും കൂടെ അവരെ സഹായിക്കേണ്ടത് വലിയ പ്രാധാന്യമാണ്. അതിനൂടെ മുൻകൈ എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലുടനീളം ക്യാൻസർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റുകളെ നമ്മൾ കണക്കാക്കിയാൽ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള സൗജന്യമായ ചികിത്സകളൊക്കെ ഉറപ്പാക്കുന്നത് കേരള ഗവൺമെൻറ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജില്ലാ പഞ്ചായത്തുകൾ NGOസിനെ ഹെൽപ്പ് ചെയ്യാറോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പ്രത്യേകമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2018 ഫ്ലഡ് വന്നപ്പോൾ വെള്ളപ്പൊക്കം, നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ പായിപ്പാട് 1-ാം വാർഡ് വരുന്ന ഭാഗങ്ങൾ, ആലപ്പുഴ AC റോഡിൻ്റെ ഇരുവശങ്ങളാണ്. ആ വരുന്ന ഭാഗങ്ങളിൽ അവിടെ കന്നുകാലികൾക്ക് വേണ്ട തീറ്റകൾ ഹൈദരാബാദിലുള്ളൊരു NGOയുമായി ചേർന്ന്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് കന്നുകാലികൾക്ക് വേണ്ട സൗജന്യമായ സാമഗ്രികൾ ഞങ്ങൾക്ക് നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആ കോവിഡ് കാലഘട്ടത്തിൽ ഏതാണ്ട് 2000ഓളം വരുന്ന കിറ്റുകൾ വിവിധ സ്ഥലങ്ങളിൽ, ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ, അതായത് ലക്ഷക്കണക്കിന് വരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു, അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ പദ്ധതികൾ നമ്മുടെ ഗുഷപ്പേട് സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള കിറ്റുകളൊക്കെ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് കൂടുതലായി ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമാക്കുന്നത്. അടുത്തിൻ്റെ പേരും ഫോൺ നമ്പറും തരാമോ? എൻ്റെ പേര് മഞ്ജു സുജിത്ത്, കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. എൻ്റെ ഫോൺ നമ്പർ 9745576091. ഞാൻ PA ബിൻസൺ, മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. നിലവിൽ NGO നമ്മുടെ നാട്ടിൽ ഒട്ടനവധി നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഒട്ടനവധി നടത്താൻ ശേഷിയുള്ള ഒരു സംഘടന. പക്ഷേ
നമ്മുടെ നാട് എത്രമാത്രം ഇത്തരം സംഘടനയെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. പൊതുവെ ഇന്നിവിടെ വന്നപ്പോൾ കണ്ടത് ഇന്നത്തെ ഒരു പ്രോഗ്രാം വളരെ ഇവിടെ പങ്കെടുത്തവർക്കെല്ലാം വളരെ നല്ല ഒരു സാമ്പത്തികമായി തന്നെ മികച്ച ഒരു ആദായകരമായ ഒരു സംഭവമാണ് ഇന്നിവിടെ നടന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൽ വിടണമെങ്കിൽ ഒട്ടനവധി തുക ഇതിനുവേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടി 1000 രൂപ മുടക്കിയാൽ അത് ഒരു പക്ഷേ ഈ അധ്യയന വർഷം കഴിയുന്നവർ നോട്ട്ബുക്കിൻ്റെ എണ്ണത്തിൽ നമുക്ക് വേണ്ട വിഷയങ്ങളുടെ ഉണ്ട് അതിനധികരിച്ച് ഒരു വിഷയം മുഴുവൻ ഒരു വർഷം മുഴുവൻ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ മുഴുവനായി A to Z എന്ന് തന്നെ പറയാം. A to Z സംവിധാനം നമുക്ക് ഒരുക്കാൻ ഈ 1000 രൂപയ്ക്ക് ഒരുക്കുക എന്ന് പറയുന്നത് ഏറെ മെച്ചപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഏറെ നിങ്ങളെ വളരെ സഹായിക്കുന്നു. ഒപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ പുതിയ സംഘടനകൾ ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരം സംരംഭങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ നാടിനും ജനങ്ങൾക്കും ഗുണകരമാകുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പ്രദേശത്തുള്ള വേറെ NGOസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ പങ്കെടുക്കാറുണ്ട്. നമ്മളുടെ അങ്ങനെ ഈ ഒരു പൊതുപ്രവർത്തനം എന്നുള്ളത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മറ്റ് സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഞാൻ പറഞ്ഞത് ഇപ്പോഴും നമ്മളിവരെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു വിമർശനം എനിക്കുണ്ട്. അത് നമുക്ക് കൂടുതൽ ഇവരെ പ്രയോജനപ്പെട്ട് നാട്ടിലും ജനങ്ങൾക്കും നന്മയുണ്ടാകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും. പണ്ടുകാലത്ത് സ്പോർട്സ് ക്ലബ്ബുകളും ലൈബ്രറികളും ഒക്കെ വലിയ ഒരു പങ്ക് വഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. അതിനെ ഒന്ന് ഊർജ്ജപ്പെടുത്താൻ ജില്ലാ പഞ്ചായത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനോ എന്തെങ്കിലും പദ്ധതികളാണ്? ഞങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ മാടപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് സുന്ദരമായ ഒരു ഗ്രൗണ്ടും മറ്റു പല പഞ്ചായത്തുകൾക്കുമില്ല. അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആകപ്പാടെ നമുക്ക് ആ ഗ്രൗണ്ടിൻ്റെ തറ ഉൾപ്പെടെ ഗ്രൗണ്ടിൻ്റെ ഫ്ലോർ വളരെ മോശമായി കിടക്കുക. ഇവിടെ ഒട്ടനവധി കായിക താരങ്ങളെ വാർത്തെടുത്തിട്ടുള്ള പ്രദേശമാണ് മാടപ്പള്ളി. ആ ഗ്രൗണ്ടിൽ വന്നൊരു പരിശീലനം നടത്തിയാൽ അവർക്ക് കാലിന് ഫ്രാക്ചർ ഉണ്ടാകുന്നതിന് ഒട്ടനവധി ഇത് നമുക്കൊരു അനുഭവങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടിയന്തരമായി ഇപ്പോൾ ഞങ്ങൾക്ക് ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം മാറുന്ന 6-ാം തീയതിക്ക് ശേഷം ഞങ്ങളൊരു 6-ാം തീയതിക്ക് ശേഷം അവിടെ ഒരു കല്ലടിയിൽ പ്രവർത്തനം നടത്തും. അതിനുശേഷം ഈ 15 ലക്ഷം രൂപ മുടക്കി ഞങ്ങൾ പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കും. ഈ നാട്ടിലെ കായിക താരങ്ങൾ അതിനോടൊപ്പം തന്നെ പഞ്ചായത്ത് കൊച്ചുകുട്ടികൾക്ക് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഫുട്ബോൾ ക്രിക്കറ്റ് പരിശീലനം ഞങ്ങൾ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കായിക താരങ്ങളെ ഏറ്റെടുക്കും. അപ്പോൾ ഇവിടെ കുറുക്കനാടൻ സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സിൽ കേരളത്തിലാകെ മെച്ചമുണ്ടാക്കിയുള്ള സ്കൂൾ, ആ സ്കൂളുമായി ചേർന്ന് ഞങ്ങൾ ഈ കേരളോത്സവം പോലെയുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. തുടർന്നും അത്തരം സംരംഭങ്ങൾ ഏറ്റെടുക്കും. ഇവിടെ പിന്നെ സ്പോർട്സ് അക്കാദമി സ്പോർട്സ് കൗൺസിൽ രൂപപ്പെടുത്താൻ വേണ്ടി സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ബ്ലോക്ക് തലത്തിൽ സ്പോർട്സ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. ചൈനയിൽ 60,000 പ്രീ പ്രൈമറി സ്പോർട്സ് സ്കൂളുകളുണ്ട്. അതായത് പ്രൈമറി ചേർക്കുമ്പോൾ തന്നെ അവർ സ്പോർട്സ് ആക്ടിവിറ്റി തുടങ്ങും. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്നത്. ചെറുപ്പത്തിൽ തുടങ്ങുകയാണെങ്കിൽ ശരീരമൊക്കെ വഴങ്ങുന്ന പ്രായത്തിൽ തന്നെ തുടങ്ങും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചിന്താഗതി പോലുമില്ല. സ്പോർട്സ് തുടങ്ങേണ്ടത് സ്കൂളിൽ പ്രീ പ്രൈമറി സ്കൂളിൽ, അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവിടെ ആരും ചെയ്യുന്നത്. ചൈനയിൽ അവരുടെ രഹസ്യമാണ്. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ആലോചിക്കാൻ പറ്റുമോ? തീർച്ചയായും ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഫുട്ബോളും ക്രിക്കറ്റിലും പരിശീലനമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ നല്ലൊരു നിർദ്ദേശം കൂടിയാണ്. ഇപ്പോൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവരാണ് നമ്മുടെ പദ്ധതികളെല്ലാം അംഗീകാരം തരുന്നത്. ആ കാര്യത്തിലൊക്കെ ജില്ലാ പഞ്ചായത്ത് നമ്മളോട് വളരെ അനുഭാവപൂർണ്ണമായ പുതിയ പദ്ധതികൾ വെക്കുന്നതിന് അവർ നന്നായി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നല്ലൊരു നിർദ്ദേശം ഞങ്ങൾ കൊച്ചു കുട്ടികൾക്ക് ഉടനെ തന്നെ ഇപ്പോൾ ഞങ്ങൾ പെരുവനഞ്ചി ഗവൺമെൻറ് LP സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് LP സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പുറവശത്തേക്ക് ഒരു കിഡ്സ് പാർക്ക് ഉൾപ്പെടെ ഞങ്ങൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് കിഡ്സ് പാർക്ക് പണിയുന്നു. ഒപ്പം ഒരു ട്രാക്ക് ഉൾപ്പെടെ കുട്ടികളുടെ തുടർച്ചയിൽ തന്നെയുള്ള പരിശീലനം വരുത്താൻ വേണ്ടി ഒരു ട്രാക്ക് ഉൾപ്പെടെ ഒരു കിഡ്സ് പാർക്ക് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാറിൻ്റെ ഫോൺ നമ്പറും? എൻ്റെ പേര് PA ബിൻസൺ, മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഫോൺ നമ്പർ 9847754070. ഓക്കെ, താങ്ക് യു.